എനിക്ക് 3 പെൺകുട്ടികളാണ് ഉള്ളത്. 3 പെൺകുട്ടികളെ പോറ്റി വളർത്തി വിവാഹം കഴിച്ചാൽ സ്വർഗം എന്ന് പറയുന്നുണ്ട്. ഇക്കാലത്ത് ആൺകുട്ടികളുടെ വേഷം കെട്ടിയ പെൺകുട്ടികളാണ് അധികവും. ദീനിയായി നടക്കുന്ന മാതാപിതാക്കൾക്ക് പോലും ഇങ്ങനെയുള്ള കുട്ടികളെ വിലക്കാൻ പേടിയാണ്. അത്തരം വേഷവിധാനത്തിൽ വളർന്നു വരുന്ന പെൺമക്കൾ കാരണം ആ മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടുമോ എന്ന ഒരു ആശങ്കയാണ് ഒരു രക്ഷിതാവായ ഒരു ശ്രോതാവ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് അവരോട് പറയാനുള്ളത്? ഇത് എല്ലാ രക്ഷിതാക്കളുടെയും ആശങ്കയാണ്. കാരണം നമ്മുടെ ആ മക്കളെ ദീനിയായി കാണണം, വളർത്തണം എന്നാഗ്രഹിക്കുന്ന രക്ഷിതാക്കളൊക്കെ ആധുനിക കാലഘട്ടത്തിലെ നമ്മുടെ മക്കളുടെ അവരുടെ ഓരോ സ്റ്റെപ്പുകളും പഠനരംഗത്താകട്ടെ, സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളിലാകട്ടെ, അവരുടെ വസ്ത്രധാരണ രംഗത്താകട്ടെ, സമൂഹത്തിലുള്ള അവരുടെ ഇടപെടലുകളിലാകട്ടെ എല്ലാം ആശങ്ക അവർക്കുണ്ട്. ഈ ആശങ്കയൊക്കെ വളരെ ജെന്യൂനായ ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് ഇങ്ങനെയൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ചെറുപ്പം മുതൽ നമ്മുടെ മക്കൾക്ക് ആദർശബോധമുണ്ടാക്കി കൊടുക്കുകയും, നമ്മൾ കാലം എത്ര പുരോഗമിച്ചാലും എത്ര മാറിയാലും അതോടൊപ്പം തന്നെ കാലത്തിൽ എന്തൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ട് എങ്കിലും നമുക്ക് ഒരു ആദർശമുണ്ട്, നമുക്ക് ഒരു നിലപാടുണ്ട്, നമുക്കൊരു മതമുണ്ട്, നമുക്ക് പിന്തുടരേണ്ടുന്ന ചില മൂല്യങ്ങളുണ്ട് എന്ന ആ മൂല്യങ്ങളെപ്പറ്റിയുള്ള ബോധം കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ വിശ്വാസരംഗത്തും ആചാരരംഗത്തും അതേപോലെ തന്നെ ജീവിത ശൈലികളിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നതാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം ചെറുപ്പം മുതൽ കൊടുക്കുക, ആരാധനാ കാര്യങ്ങളിലും മറ്റുമൊക്കെ അവരെ ശ്രദ്ധയോടുകൂടി വളർത്തുക, അതോടൊപ്പം ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുക, മതപരമായും സാമൂഹികമായും അവർക്കുള്ള ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുക, നാം അവർക്ക് ജീവിക്കുന്ന ഒരു മാതൃകയായി സ്വഭാവ പെരുമാറ്റ രംഗങ്ങളിലും ആരാധനാ രംഗങ്ങളിലും എല്ലാം നമുക്ക് മാറാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മക്കളെ ഈ ആശങ്കകളൊക്കെ നമുക്ക് ഉള്ളിലുണ്ട് എങ്കിലും ആ ആശങ്കകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നേരായ പാതയിൽ വളർത്താൻ സാധിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും ഒരു കുട്ടി, ആണാകട്ടെ പെണ്ണാകട്ടെ, ഇതിനൊന്നും വഴങ്ങാതെ, ഇതിനൊന്നും കീഴ്പ്പെടാതെ പോവുകയാണ് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിറവേറ്റിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരലോകത്തിന് യാതൊരു നഷ്ടവും വരുത്തില്ല എന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മരണം വരെ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു പ്രായം വരെയല്ല. മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നത് അവരുടെ ദീനീ കാര്യങ്ങളിലും അവരുടെ ഗുണപരമായ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക എന്നത് നമ്മുടെ മരണം വരെ ശ്രദ്ധിക്കേണ്ടുന്നത് തന്നെയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ എന്നല്ലേ. നിങ്ങളുടെ സ്വന്തം നഫ്സുകളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാക്കണം, സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം, അധ്വാനം നമ്മൾ നടത്തണം, നമ്മൾ മാതൃകയാകണം. അതെല്ലാമായിട്ടും ഒരാൾ തെറ്റിപ്പോവുകയാണ് എങ്കിൽ അതിനൊരിക്കലും നമ്മൾ പരലോകത്ത് നമ്മുടെ അള്ളാഹു നഷ്ടം നമുക്ക് സമ്മാനിക്കില്ല. നമ്മൾ ചെയ്തതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നതാണ് നമ്മൾ ഈ ആശങ്കകളൊക്കെ ഉള്ളതോടൊപ്പം തന്നെ നമുക്ക് സമാധാനമായിട്ടും നമ്മൾ കാണേണ്ടുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.